പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നയം എന്താണ്? യൂസർ പേ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ആവരുത് വിദ്യാഭ്യാസം ഒരു പ്രോഡക്റ്റ് അല്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർവീസാണ്. അത് പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. യൂസർ, ഉപയോക്താവ് പണം മുടക്കി വാങ്ങേണ്ട ഒരു കമ്മോഡിറ്റി അല്ല വിദ്യാഭ്യാസത്തിന്റെ കമ്മോഡിഫിക്കേഷൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ എടുത്തിരുന്ന ഖണ്ഡിതമായ നിലപാട്. ഓക്കെ, അതായിരുന്നു നിലപാട്. അതിൽ താങ്കൾക്ക് ഒരു സന്ദേഹവും വേണ്ട, അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇപ്പോ പുതിയ സാഹചര്യത്തിൽ നമുക്ക് വിപണി എന്നുള്ള കാര്യത്തെ അംഗീകരിക്കേണ്ടതായി വരുന്നു. ചിലപ്പോൾ ഉപയോക്താവിന് പണം മുടക്കി തന്നെ വാങ്ങേണ്ടി വരും. അങ്ങനെ പണം നൽകാൻ കഴിയുന്ന ആളുകൾ നൽകി വാങ്ങുമ്പോഴും അവിടെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്കും കൂടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ യൂസർ പേ പ്രിൻസിപ്പിളിനെ അനുവദിക്കുക, മാർക്കറ്റിന് വഴങ്ങുക എന്നുള്ളതല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി എന്ന് സത്യസന്ധമായി ഒരു നിലപാട് പ്രഖ്യാപനം നടത്തേണ്ട ഇടതുപക്ഷം. അല്ലാതെ ഞങ്ങൾ അന്ന് പറഞ്ഞത് അതല്ല, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങനെയല്ലല്ലോ. പുതിയ കാലമാണ്, ഇനി മാറി നിൽക്കാൻ കഴിയില്ല. നമുക്ക് വിപണിയുടെ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് കാലഹരണപ്പെട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നയം മാറ്റി എന്ന് പറയണ്ടേ? ഇവിടെ വളരെ വ്യക്തമായി അങ്ങയുടെ ചോദ്യത്തിലേക്കുള്ള മറുപടി ആദ്യം പറയാം. ചില മറ്റുള്ളവരുടെ മറുപടി കൂടി അങ്ങ് സമയം അനുവദിക്കണം. ഇവിടെ വളരെ കൃത്യമായും ശ്രീ റിജിലു ആയാലും മറ്റ് പ്രതിനിധികളായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഗവൺമെൻറ്റിൻ്റെ നയത്തെ നമ്മൾ കമ്പയർ ചെയ്യണം. ശ്രീ റിജിൽ, ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുകയാണെന്ന് തോന്നരുത്, പക്ഷേ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടിയുള്ള ചില സമരങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങളെക്കുറിച്ചും ചില തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും കൂത്തുപറമ്പിൻ്റെ സമരത്തിൻ്റെ മുദ്രാവാക്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നും ആയിരുന്നില്ലെന്ന് ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾ അനാവശ്യമായി നമ്മുടെ പ്രവർത്തകരിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ഇത് കൂത്തുപറമ്പിൻ്റെയും സഖാവ് പുഷ്പൻ്റെയും ആ സമരത്തിൻ്റെയും ഭാഗമായി ഉണ്ടായ വിഷയത്തെ കൂടി ചേർത്ത് വെച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ഒരു പ്രചരണം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളും ഞങ്ങളോടൊപ്പം DYFIക്കാരായ SFIക്കാരായ മുഴുവൻ പ്രവർത്തകരും. ആ മുദ്രാവാക്യം മറ്റൊരു തലത്തിലാണ്, ഇത് മറ്റൊരു തലമാണ്. ഇവിടെ നാം കാണേണ്ടത് എന്താ? രണ്ട് ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് UDFൻ്റെ കാലത്ത് ഞങ്ങൾ എതിർത്തു, എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്നു? ഇതാണല്ലോ വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഇതിൽ വളരെ കൃത്യമായി നേരത്തെ പ്രേംകുമാർ സാർ പറഞ്ഞതിനോടെല്ലാം ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ വശങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് LDF ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിലെ നയം? സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പൊതുമേഖലയെ തകർക്കുകയല്ല നമ്മുടെ നയം. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ നിക്ഷേപം ഉറപ്പുവരുത്തുക, അതാണ് ഇതിലുണ്ടായ നയ തീരുമാനം. അതിൽ വളരെ പ്രധാനമായി നേരത്തെ എനിക്ക് തോന്നുന്നു BJPയുടെ പ്രതിനിധി ചർച്ച ചെയ്യും ശ്രീ അഭിലാഷ് അങ്ങ് തന്നെ അതിന് മറുപടി കൊടുത്തു. കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം, NACന്റെ A++, ഞാൻ അതിൻ്റെ എല്ലാ ചരിത്രത്തിലേക്കും പോയ സമയമെടുക്കും. കേരള യൂണിവേഴ്സിറ്റിക്ക്, കുസാറ്റിന്, സംസ്കൃത സർവകലാശാലയ്ക്ക്, കാലിക്കറ്റിന് മികച്ച നിലവാരത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ നോക്ക്, രാജ്യത്തെ ആദ്യ 200 കോളേജുകളിൽ 42 കേരളത്തിലാണെന്നേ. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച 10 പൊതുമേഖലാ സർവകലാശാലകളിൽ 3 കേരളമാണ്. അതിൽ 9ാം സ്ഥാനം, 10ാം സ്ഥാനം, 11ാം സ്ഥാനമാണ്. 9ലും 10ലും 11ലും കേരളത്തിലെ പൊതുമേഖലാ സർവകലാശാലകൾ നിൽക്കുന്നു. അതായത് കേരളത്തിൻ്റെ പൊതുമേഖലയിലെ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുക എന്ന നയം തന്നെയാണ് ഇപ്പോഴും ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് ഇനിയും ശക്തമായി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ റിജിൽ മാക്കുറ്റി ഉൾപ്പെടെ പറഞ്ഞ ചില ഭാഗങ്ങളുണ്ടല്ലോ. എന്താ ആ ഭാഗം? ഒഴുകിപ്പോക്കിൻ്റെ തലം വളരെ ഗൗരവത്തോടു കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ രാഷ്ട്രീയം കാണരുത്. ഒഴുകിപ്പോകുന്നതിൽ, വിദേശത്തേക്ക് പോകുന്നതിൽ വലിയ വിഭാഗം കുട്ടികൾ ചെന്നുപെടുന്നത് അപകടക്കെണിയിലാണ്, പല തരത്തിലുള്ള തട്ടിപ്പുകളിലാണ്. ആ യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലേക്ക് പല കണക്കുകളായിട്ട് വരുന്നുണ്ട്. എന്തോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ ചർച്ചയല്ല അവിടെ നാം നടത്തേണ്ടത്. ഒഴുകിപ്പോകുന്നതിലെ വലിയ വിഭാഗം കുട്ടികൾ എത്തിച്ചേരുന്നത് അപകടക്കെണിയിലാണ് എന്നത് യാഥാർത്ഥ്യത്തെ കൂടി നാം മറ്റൊരു ആംഗിളിൽ ചർച്ച ചെയ്യണം. അതിൻ്റെ ഈ ആംഗിളിലേക്ക് ചർച്ചയെ മാറ്റുന്നത് നമുക്ക് മറ്റൊരു തലത്തിൽ മാതൃഭൂമിയിൽ തന്നെ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് UDFൻ്റെ നയമുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത്? അവിടെ സാമൂഹ്യനീതി ഉണ്ടായിരുന്നില്ല, മെറിറ്റ് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോണിൻ്റെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അതിനെതിരായി ഞാൻ നടത്തിയ പ്രസംഗത്തിൽ പോലും അവിടെ സാമൂഹ്യനീതി ഇല്ല, മെറിറ്റ് അല്ല. ഞാൻ പറയട്ടെ, UDFൻ്റെ നയത്തിൽ അവിടെ സാമൂഹ്യനീതി ഉണ്ടായിരുന്നില്ല, അവിടെ മെറിറ്റ് ഉണ്ടായിരുന്നു. സ്വാശ്രയ എല്ലാ ഭരണാധികാരികളും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമെന്നാണ് പ്രഖ്യാപിക്കുക. ഇപ്പോൾ താങ്കൾ അബ്ദുറഹ്മാൻ മന്ത്രിയായിരുന്ന സമയത്തെ വിദ്യാഭ്യാസ സംഗമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന്റെ മുമ്പത്തെ UDF സർക്കാരിന്റെ കാലത്ത് E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴും ഒരു ആഗോള വിദ്യാഭ്യാസ സംഗമം നടന്നിരുന്നു. അന്ന് TV രാജേഷോ M. സ്വരാജോണ് SFയുടെ പ്രസിഡന്റ്, സെക്രട്ടറി. അന്നും ഇതേപോലെ സമരം നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം റിജിൽ പറഞ്ഞത് ശരിയാണ്. എന്തൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ അതിനൊക്കെ എതിരെ
നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാമൂഹ്യ നീതി, ഞങ്ങളുടെ സർക്കാർ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ? സ്വാശ്രയ കോളേജുകൾക്ക്, സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അനുമതി കൊടുക്കുമ്പോൾ AK ആന്റണിയും ഇതേ കാര്യമാണ് പറഞ്ഞത്. സാമൂഹ്യ നീതി ഉറപ്പാക്കണം, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 2 സ്വാശ്രയ കോളേജ് വരുമ്പോൾ ഒരു ഗവൺമെന്റ് കോളേജിന് തുല്യമാകും. കാരണം പകുതി കുട്ടികൾക്ക് പകുതിയാവുമ്പോൾ ഒരു സർക്കാർ കോളേജിന് തുല്യമായ കുട്ടികൾക്ക് അവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ അത് നടപ്പാകാതെ വന്നപ്പോഴാണ് വലിയ സമരവും മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. ഏത് ഭരണാധികാരിയും, ഈ നയം കൊണ്ടുവരുന്ന ഏത് ഭരണാധികാരിയും ഞങ്ങൾ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഇത് നടപ്പാക്കുന്നത് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഈ സർക്കാർ മാത്രമല്ല, അത് നടപ്പായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വേറെ വിഷയം. അതെ, തീർച്ചയായും അതാണ്. സ്വാശ്രയ കോളേജിന്റെ അനുഭവം അങ്ങ് പറഞ്ഞല്ലോ. ഒന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി തന്നെ കൊടുത്ത പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കേരളത്തിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ എവിടെയാണിപ്പോൾ? ആ നയം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ഒരിക്കലും സാമൂഹ്യ നീതിയും മെറിറ്റും സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന യാഥാർത്ഥ്യം കേരളത്തിന് മുന്നിലുണ്ട്. UDFും ആന്റണിയും കൊണ്ടുവന്ന കാലത്ത് നമ്മൾ എതിർത്തത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നാം കാണേണ്ടത് എന്താ? ഇവിടെ കൃത്യമായി കേരളത്തിൽ ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ ബില്ല് കേരള നിയമസഭയിലേക്കാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു അപകടം കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി ഉൾപ്പെടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്താ? പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് കടന്നു വരും. ഇപ്പോഴുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സാഹചര്യം ഒന്ന് പരിശോധിച്ച് നോക്ക്. അവിടെ ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? അവിടെ മെറിറ്റ് ഉണ്ടോ? അവിടെ സാമൂഹ്യ നീതി ഉണ്ടോ? നമുക്ക് ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യാം. അത്തരത്തിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും നിയന്ത്രണമില്ലാത്ത വിധത്തിലേക്ക് ആ സംവിധാനം മാറും. ഉന്നത വിദ്യാഭ്യാസം എന്നത് മെറിറ്റും സാമൂഹ്യ നീതിയും എല്ലാം അട്ടിമറിക്കപ്പെടും. അവിടെയാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നതോടുകൂടി ഇവിടെ ബില്ലിൽ കൃത്യമായി കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം, ഡിബേറ്റബിൾ ആണ്. നിയമസഭയിൽ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിയിലൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമൂഹ്യ നീതിയുണ്ട്, അതോടൊപ്പം തന്നെ മെറിറ്റ് ഉണ്ട്. അധ്യാപക നിയമത്തിൽ ക്വാളിഫിക്കേഷൻ കൃത്യമായി പാലിക്കണം എന്ന് പറയുന്നുണ്ട്. സർക്കാരിന്റെ കൃത്യമായ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തിൽ നിൽക്കാത്തതാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ നിലയിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താൻ ഒരു ഹബ്ബാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണാധികാരത്തോട് നാം കാണേണ്ടത്. നിയന്ത്രണാധികാരത്തോടു കൂടിയുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റികളാണ് വരുന്നതെന്നാണ്.